L2. Hello dear students, welcome back to computer science class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ സിൻഡെക്സ് കണ്ടു, സ്ട്രക്ചർ ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. സ്റ്റുഡ് എന്നൊരു സ്ട്രക്ചറായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതുപയോഗിച്ച് ഏതാണ്ട് 4 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടു. അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനോടൊപ്പം വാല്യൂസ് അസൈൻ ചെയ്താൽ അതെന്താകും? വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. നമ്മളിതിന് മുമ്പൊക്കെ കണ്ടതാണല്ലേ. ഓർഡിനറി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനപ്പോൾ തന്നെ വാല്യൂ അസൈൻ ചെയ്ത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ഈസ് പോസിബിൾ എന്ന് കണ്ടു. അറേ ഡിക്ലെയർ ചെയ്തിട്ട് അതിനോടൊപ്പം വാല്യൂസ് അസൈൻ ചെയ്തുകൊണ്ട് അറേ ഇനിഷ്യലൈസേഷനും കണ്ടു. ഇപ്പോൾ അതെ, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ഇവിടെയും സാധ്യമാകും. ഇത് കണ്ടില്ലേ, S4 എന്ന സ്ട്രക്ചർ വേരിയബിളിന് വാല്യൂസ് കൊടുത്തിരിക്കുന്നു. S4ന് ശേഷം ആസ് യൂഷ്വൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തു. ആൻഡ് ദെൻ ദ 3 വാല്യൂസ് ആർ ഗിവൺ വിത്തിൻ എ പെയർ ഓഫ് ബ്രേസസ്. സ്റ്റുഡ് എന്ന സ്ട്രക്ചറിനകത്ത് 3 എലമെൻറ്റ്സ് ആണല്ലോ ഉള്ളത്. ആ 3 എലമെൻറ്റ്സിനും ആവശ്യമുള്ള വാല്യൂസ് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു ബ്രേസസിനുള്ളിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന സാമ്പിൾ വാല്യൂസ് 23, നിക്കെയ്ത്ത് 500. അപ്പോൾ നിക്കെയ്ത്ത് എന്ന സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും അയാളുടെ ഫീയുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? S4ന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ദേ കണ്ടില്ലേ, മെമ്മറിക്കകത്ത് ഈ വാല്യൂസ് സ്റ്റോർഡ് ആകും. S4ന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് അതിനകത്തേക്ക് സ്റ്റോർഡ് ആവുകയും ചെയ്യും. ക്ലിയർ? നോക്കൂ, S1 എന്നൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. സ്റ്റുഡ് എന്ന അതേ ഡേറ്റ ടൈപ്പ് അതുപയോഗിച്ച് S1 എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഒപ്പം ഇനിഷ്യലൈസ് ചെയ്യുന്നു. 15 ഹാഫിസ് 500. ഹാഫിസ് എന്ന സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ത് സംഭവിക്കും? അഫ്കോഴ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഇതേ കണ്ടില്ലേ, S1ന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്തു. നമുക്ക് പരിചയമുണ്ട്, അതിനകത്ത് റോൾ, നെയിം, ഫീ എന്നീ കമ്പോണൻസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാഫിസിൻ്റെ ഇനിഷ്യൽ വാല്യൂസ് ആയിട്ടുള്ള 15, ഹാഫിസ്, 500 എന്നീ വാല്യൂസ് അവിടെ സ്റ്റോർഡ് ആവുകയും ചെയ്തു. ഓക്കെ, നോക്കിക്കോളൂ, ഞാൻ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, സ്റ്റുഡ് S2. S2 എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, സ്റ്റുഡ് ടൈപ്പിൽ പെട്ടത് തന്നെ. എന്താ സംഭവിക്കുക? അഫ്കോഴ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇത് കാണുന്നുണ്ടല്ലോ, S2വിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്തു. 28 ബൈറ്റ്സ് തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലുമുണ്ട് റോൾ നമ്പർ, നെയിം, ഫീ. റോൾ, നെയിം, ഫീ എന്നീ 3 കമ്പോണൻസ് അതിൻ്റെ ഉള്ളിലും കാണുന്നുണ്ട്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ആ വേരിയബിളിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്യാൻ സാധിക്കും. ആസ് യൂഷ്വൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ആൻഡ് ദ വാല്യൂസ് വിത്തിൻ എ പെയർ ഓഫ് ബ്രേസസും ഉപയോഗിച്ചുകൊണ്ട്. സാധാരണ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ അല്ലാതെ തന്നെ വേരിയബിളിന് വാല്യൂസ് കൊടുക്കാമല്ലോ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ പിന്നാലെ ആ വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ S2വിൽ നിങ്ങൾ കാണുന്നത്. S2 എന്ന വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഒരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് S2 ഈക്വൽസ് എന്ന് പറഞ്ഞ് ആ സെറ്റ് ഓഫ് വാല്യൂസ് അസൈൻ ചെയ്തിരിക്കുന്നു. ദേ അതും മെമ്മറി സ്റ്റോർ ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് നമുക്ക് മെമ്മറിയിൽ ഉണ്ടാവുക. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കൂ, S2 ഈക്വൽസ് S1. ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു സ്ട്രക്ചർ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. സാധാരണ വേരിയബിൾസിലൊക്കെ അത് സാധ്യമാണല്ലോ. ഒരു വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇൻറ്റ് A, B, എന്നിട്ട് എയ്ക്ക് ഒരു വാല്യൂ കൊടുക്കുന്നു, അതിനുശേഷം B ഈക്വൽസ് A എന്ന് പറയാറുണ്ടല്ലോ. എന്നതുപോലെ സ്ട്രക്ചർ വേരിയബിളിലും ഈ അസൈൻമെൻറ്റ് പോസിബിൾ ആണ്. S2 ഈക്വൽസ് S1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നോക്കിയോളൂ. കണ്ടില്ലേ, S1-ലുണ്ടായിരുന്ന 15 ഹാഫിസ് 500 എന്ന വാല്യൂ S2 എന്ന വേരിയബിളിലേക്ക് കോപ്പീഡ് ആയിരിക്കുന്നു. അവിടെ ഇപ്പോൾ വന്നു 15 ഹാഫിസ് 500. അപ്പോൾ ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ വാല്യൂ മറ്റൊരു സ്ട്രക്ചർ വേരിയബിളിലോട്ട് കോപ്പി ചെയ്യാൻ സാധിക്കും എന്നാണ് കണ്ടു കഴിഞ്ഞത്. ഓക്കെ, മറ്റൊരു കേസ് നോക്കാം. വീണ്ടും അതേ സ്ട്രക്ചർ തന്നെയാണ് കാണുന്നത്, സ്റ്റുഡ് എന്നത്. S3 എന്നൊരു സ്ട്രക്ചർ വേരിയബിളും കാണുന്നു, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കിക്കോളൂ, S3 ഡോട്ട് റോൾ ഈക്വൽ 7. S3 എന്ന വേരിയബിളിലെ റോൾ നമ്പറിന് മാത്രമായിട്ടൊരു വാല്യൂ കൊടുക്കുന്നു, റോൾ നമ്പറിലേക്കൊരു വാല്യൂ കൊടുക്കുന്നു. വെറുതെ റോൾ ഈക്വൽ 7 എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? സാധിക്കില്ല. ബിക്കോസ് റോൾ എന്നൊരു വേരിയബിൾ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, ഇൻറ്റ് റോൾ എന്ന് ആ ഡെഫിനിഷനിൽ കാണുമെങ്കിലും അതിന് വേരിയബിൾ ഡിക്ലറേഷൻ എന്നല്ല പറയേണ്ടത്. ഇറ്റ് ഈസ് എലമെൻറ്റ് സ്പെസിഫിക്കേഷൻ. ആ വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. വേരിയബിൾ ഡിക്ലറേഷൻ്റെ ഫോമാറ്റ് നമ്മൾ യൂസ് ചെയ്തു. സ്ട്രക്ചർ ഡെഫിനിഷനിൽ
സ്ട്രക്ചറിൻ്റെ എലമെൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേരിയബിൾ ഡിക്ലറേഷൻ്റെ ഫോമാറ്റ് യൂസ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇൻഡ് റോൾ, ക്യാർ നെയിം ഓഫ് 20, ഫ്ലോട്ട് ഫീ എന്നുള്ളതൊക്കെ സ്ട്രക്റ്റിൽ തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ദേ ആർ നോട്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദെയർ വിൽ നോട്ട് ബി എനി മെമ്മറി അലോക്കേഷൻ. അതുകൊണ്ട് തന്നെ വാല്യൂസ് ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാനും കഴിയില്ല. അതൊരു വശത്ത്. ഇനി മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ. സപ്പോസ് S1 S2 രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. സ്റ്റുഡ് ടൈപ്പിൽപ്പെട്ട രണ്ട് വേരിയബിൾ ഉണ്ട്, S1 S2. രണ്ടിൻ്റെ ഉള്ളിലും റോളില്ലേ, രണ്ടിൻ്റെ ഉള്ളിലും നെയിമില്ലേ. ഞാൻ കയറി റോൾ ഈക്വൽ 7 എന്ന് പറഞ്ഞാൽ ഈ 7 എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും? S1ൻ്റെ റോളിൽ സ്റ്റോർ ചെയ്യുമോ, S2വിൻ്റെ റോളിൽ സ്റ്റോർ ചെയ്യുമോ, S3യുടെ റോളിൽ സ്റ്റോർ ചെയ്യുമോ? കൺഫ്യൂഷൻ അല്ലേ? സോ എടുത്തു പറയണം. അതാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. S3 ഡോട്ട് റോൾ, അവിടെ ഒരു ഡോട്ട് സിമ്പിൾ ഇട്ടിരിക്കുന്നു. ഇറ്റ്സ് ആൻ ഓപ്പറേറ്റർ. ഇറ്റ്സ് ആൻ ഓപ്പറേറ്റർ. ഒരു സ്ട്രക്ചർ വേരിയബിളിനെ അതിൻ്റെ എലമെൻറ്റുമായി കണക്ട് ചെയ്യാൻ, തിരിച്ചും പറയാം, ഒരു എലമെൻറ്റിനെ അത് ഉൾക്കൊള്ളുന്ന സ്ട്രക്ചർ വേരിയബിളുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡോട്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ. S3 ഡോട്ട് റോൾ ഈക്വൽ 7 റോളിനകത്ത് സ്റ്റോർ ചെയ്തേ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും നോക്കിക്കോളൂ. S3 ഡോട്ട് നെയിം ഈക്വൽസ് അഞ്ജലി എന്ന് പറയാമോ? അഞ്ജലി എന്ന കുട്ടിയുടെ പേരാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. S3 ഡോട്ട് നെയിം ഈക്വൽസ് അഞ്ജലി പറയാൻ പാടുണ്ടോ? ഇല്ല. സ്ട്രിങ്ങിനെ ക്യാരക്ടർ അറയിലോട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ അറേ എന്ന ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞു അല്ലേ? അതിനുശേഷം സ്ട്രിങ് ഹാൻഡ്ലിങ്ങിലും കണ്ടു കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ഇയറിലെ സ്ട്രിങ് ഹാൻഡ്ലിങ്ങിനകത്ത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയാണ് strcpy എന്നൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. കണ്ടില്ലേ? strcpy S3 ഡോട്ട് നെയിം അഞ്ജലി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അഞ്ജലി എന്ന ആ സ്ട്രിങ് S3 എന്ന സ്ട്രക്ചർ വേരിയബിളിനുള്ളിലെ നെയിം എന്ന കമ്പോണൻറ്റിൽ സ്റ്റോർഡായി. മെമ്മറിയിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. വീണ്ടും S3 ഡോട്ട് ഫീ ഈക്വൽസ് 550 കൊടുത്തു. S3 എന്ന സ്ട്രക്ചർ വേരിയബിളിലെ ഫീ എന്ന കമ്പോണൻറ്റിലേക്ക് 550 എന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേസിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുതിയ ഓപ്പറേറ്റർ, ഡോട്ട് ഓപ്പറേറ്റർ. ഞാനത് സർക്കിൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ an element of a structure can be connected to a particular structure variable using dot operator. That is a format. Structure variable dot element name. ഇതാ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ S3 എന്ന വേരിയബിളിനകത്തുള്ള കോണ്ടൻറ്റ് മുഴുവൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിക്കുക. Cout S3 എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല. Cout S3 എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ശ്രദ്ധിക്കണം. ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉള്ളിലോട്ട് 3 കമ്പോണൻറ്റ്സ് നമുക്ക് ഇൻപുട്ട് ചെയ്യണം. in S1 എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ ബേസിക് ഡേറ്റ ടൈപ്സിനോടൊപ്പം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും നമുക്കറിയാമല്ലോ. ഡബിൾ ലെസ് ദാൻ സിമ്പിളും ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിളും. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഡബിൾ ലെസ് ദാൻ സിമ്പിളും ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഡബിൾ ഗ്രേറ്റർ ദാൻ സിമ്പിളും വർക്ക് ചെയ്യുന്നത് ബേസിക് ഡേറ്റ ടൈപ്സിനോടൊപ്പമാണ്. S3 എന്നുള്ളത് ഒരു ബേസിക് ഡേറ്റ ടൈപ്പിൽപ്പെട്ട വേരിയബിൾ അല്ല. ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. ഇറ്റ്സ് എ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നോട്ട് വർക്ക് വിത്ത് ഇൻപുട്ട് ഓപ്പറേറ്റർ ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ആക്സസ് എലമെൻറ്റ് വൈസ് ഇൻ എ സ്ട്രക്ചർ വേരിയബിൾ. സ്ട്രക്ചർ വേരിയബിളിനെ ഒന്നാകെ ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. S3 എന്ന വേരിയബിൾ ഉപയോഗിച്ചിട്ട് എ കളക്ഷൻ ഓഫ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ ആക്സസ് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യാനോ തിരിച്ചെടുക്കാനോ പറ്റത്തില്ല. ഒന്നാകെ പറ്റത്തില്ല. എലമെൻറ്റ് വൈസായിട്ട് മാത്രമേ റെഫറൻസിങ് ഉള്ളൂ. എന്നാൽ അസൈൻമെൻറ്റ് ഒന്നിച്ച് സാധിക്കും. പെയർ ഓഫ് ബ്രേസസിനകത്ത് കൊടുത്താൽ മതി. ഇനിഷ്യലൈസേഷൻ ഒന്നിച്ച് സാധിക്കും. അല്ലാതെ എസ്പെഷ്യലി ഇൻപുട്ട് ഔട്ട്പുട്ട് അതോടൊപ്പം തന്നെ മറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ഇതൊക്കെ നടത്തുമ്പോൾ എലമെൻറ്റ് വൈസായിട്ട് മാത്രമേ റെഫർ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഫോമാറ്റാണ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. S3 എന്ന വേരിയബിളിലെ കമ്പോണൻസ് മൊത്തം ഡിസ്പ്ലേ ചെയ്യുക. അഞ്ജലി എന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണല്ലോ S3 എന്ന വേരിയബിളിനകത്തുള്ളത്. അത് മൊത്തം എനിക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. Cout S3 ഡോട്ട് റോൾ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ S3 ഡോട്ട് നെയിം, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ S3 ഡോട്ട് ഫീ. ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ ഉപയോഗം വീണ്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ പ്രത്യേകം ഓർക്കുക, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം, ദാറ്റ് ഇസ് എ ഫോമാറ്റ് ടു ആക്സസ് ആൻ എലമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ. ഇനി മറ്റൊരു വസ്തുത. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ട് സ്ട്രക്ചർ ഡെഫിനിഷൻ കാണുന്നുണ്ട്. വൺ ഈസ് സ്റ്റുഡ്. സ്ട്രക്ട് സ്റ്റുഡ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്തുള്ള കമ്പോണൻസ് നോക്കിയേ. ഇൻഡ് റോൾ, ക്യാർ നെയിം ഓഫ് 20. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു S1.
രണ്ടാമതൊരു സ്ട്രക്ചർ ശ്രദ്ധിച്ചേ, സ്ട്രക്ട് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്നാണ് പേര്. രണ്ടും രണ്ട് ഡേറ്റ ടൈപ്പാണ്. സ്റ്റുഡ് എന്നതൊരു ഡേറ്റ ടൈപ്പാണ്, സ്റ്റുഡൻറ്റ് എന്നതൊരു ഡേറ്റ ടൈപ്പാണ്. രണ്ട് ഡേറ്റ ടൈപ്പിൻ്റെയും പ്രത്യേകത, ദേ ബിലോങ് ടു സ്ട്രക്ചർ ഡേറ്റ ടൈപ്പ്. ദേ ആർ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. സ്റ്റുഡും സ്റ്റുഡൻറ്റും സ്ട്രക്ചേഴ്സാണ്, സ്ട്രക്ചേർഡ് ഡേറ്റ ടൈപ്സ് ആണ് എന്നൊക്കെ പറയാം. പക്ഷേ രണ്ടും രണ്ട് ഡേറ്റ ടൈപ്പുകളാണ്. ക്ലിയർ? സ്റ്റുഡൻറ്റിൻ്റെ കമ്പോണൻസ് നോക്കിയേ, ഇൻഡ് റോൾ ക്യാർ നെയിം. അഫ്കോഴ്സ് ക്യാർ നെയിം ഓഫ് 20. S2 എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ട് സ്ട്രക്ചറിലുമുള്ള ആകെ വ്യത്യാസം എന്താണ്? ടൈപ്പ് നെയിം, സ്ട്രക്ചർ ടാഗിൽ മാത്രം വ്യത്യാസം. രണ്ടും രണ്ട് സ്ട്രക്ചേഴ്സ് തന്നെയാണ്, ബട്ട് ഹാവിങ് സെയിം എലമെൻറ്റ്സ്. എലമെൻസിൻ്റെ പേര് പോലും സെയിം ആണ്, എലമെൻറ്റ്സ് അപ്പിയർ ചെയ്തിരിക്കുന്ന ഓർഡറും സെയിം ആണ്, രണ്ടിൻ്റെയും ടൈപ്പും സെയിം ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും സൈസും സെയിം ആണ്. ദേ മെമ്മറി അലോക്കേഷൻ നടത്തിയാൽ ഇങ്ങനെയല്ലേ കാണുക? 24 ബൈറ്റ്സ് ഉള്ള S1ഉം 24 ബൈറ്റ്സ് ഉള്ള S2ഉം. S1-നകത്തും രണ്ട് കമ്പോണൻസ് ഉണ്ട്, റോൾ ആൻഡ് നെയിം. S2 എന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉള്ളിലും രണ്ട് കമ്പോണൻസ് ഉണ്ട്, റോൾ ആൻഡ് നെയിം. അപ്പോൾ രണ്ടും കാണാൻ ഒരുപോലെ, സ്ട്രക്ചർ നെയിം മാത്രം വ്യത്യാസം. ഓർക്കുക. ശരി, ഞാൻ S1 എന്ന വേരിയബിളിനകത്തോട്ട് ഒരു കുട്ടിയുടെ റോൾ നമ്പറും പേരും ഇൻപുട്ട് ചെയ്യാൻ പോകുന്നു. എങ്ങനെ പറയണം സ്റ്റേറ്റ്മെൻറ്റ്? പറഞ്ഞോളൂ. കറക്റ്റ്. Cin ഇൻപുട്ട് ഓപ്പറേറ്റർ S1.roll 1 by 1 ആയിട്ടല്ലേ ഇനി ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെയിം ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Cin. ഓക്കെ, Cin പറയാം. Cin പറഞ്ഞാലൊരു പ്രശ്നം എന്താണ്? നെയിമിൽ വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർഡ് ആവത്തില്ല. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ വർഷം, അല്ലേ? അപ്പോൾ വൈറ്റ് സ്പേസും കൂടി ഉള്ള ഒരു നെയിം, അതായത് നിങ്ങളുടെ ഫുൾ നെയിം വേണം, അല്ലെങ്കിൽ നെയിമിന് ശേഷമുള്ള ഇനിഷ്യൽ ഒക്കെ കൂടിയാണ് വേണ്ടതെങ്കിൽ എന്തുപയോഗിക്കണം? ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഗെറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. Cin.get S1.name, അതാണ് പ്രധാനം. S1.name, 20. വെറും നെയിം എന്ന് പറഞ്ഞാൽ പോരാ, വെറും റോൾ എന്നും പറഞ്ഞാൽ പോരാ. ക്ലിയർ? ശരി, അപ്പോൾ S1 എന്ന വേരിയബിൾ ഈസ് നൗ ഫിൽഡ് വിത്ത് ദ ഡേറ്റ 8 ആൻഡ് ആർദ്ര. ആർദ്ര എന്ന കുട്ടിയുടെ പേരും റോൾ നമ്പറുമാണ് അതിനകത്തുള്ളത്. നോക്കിക്കോളൂ, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ ശ്രമിക്കുകയാണ്. S2 ഈക്വൽസ് S1. S2 എന്ന വേരിയബിളിലേക്ക് S1-ൻ്റെ വാല്യൂസ് കോപ്പി ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. S1 എന്ന വേരിയബിൾ എന്താ ഉള്ളത്? 8ഉം ആർദ്രയും. ഈ വാല്യൂസിനെ S2-വിൽ കോപ്പി ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് S2 ഈക്വൽസ് S1. അങ്ങനെ എഴുതാൻ തോന്നുമല്ലേ? കാരണം എന്താ? S2-നകത്തും റോളും നെയിമും ഉണ്ട്, S1-നകത്തും റോളും നെയിമും ഉണ്ട്, രണ്ടിൻ്റെയും സൈസും സെയിം ആണ്, ഓർഡറും സെയിം ആണ്. ബട്ട് ഇറ്റ് ഈസ് എൻ എറർ. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. S2 ഈക്വൽസ് S1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതിൻ്റെ കാരണം രണ്ടും രണ്ട് ഡേറ്റ ടൈപ്പിൽപ്പെട്ടതാണ്. S1 belongs to the data type stud and S2 belongs to the data type student. Even though the elements are the same, even though the size are the same, even though the data type of the elements are the same, such an assignment is not possible because the structure tags are different. രണ്ടിൻ്റെയും സ്ട്രക്ചർ ടാഗുകൾ, സ്ട്രക്ചർ നെയിമുകൾ, ഡേറ്റ ടൈപ്പുകൾ വ്യത്യസ്തമാണ്. ഹിയർ വൺ ഈസ് സ്റ്റുഡ് ആൻഡ് ദ അതർ വൺ ഈസ് സ്റ്റുഡൻറ്റ്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, ദിസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. പക്ഷേ എൻ്റെ ആവശ്യം ഇതാണ്, S1-നകത്തുള്ള റോൾ നമ്പറായ 8 തന്നെ S2-നകത്തും റോൾ നമ്പറായിട്ട് വരണം. S1-നകത്തിരിക്കുന്ന ആർദ്ര എന്ന പേര് തന്നെ S2-വിൻ്റെ നെയിമുമായിട്ടും വരണം. ഒന്നേ എന്ന് എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ സൗകര്യമില്ല, അസൈൻ ചെയ്യാനേ വേണം. അപ്പോൾ എന്താ മാർഗം? ഉണ്ടല്ലോ, ഇത് നോക്കിക്കോളൂ. എലമെൻറ്റ് വൈസ് അസൈൻമെൻറ്റ് ഈസ് പോസിബിൾ. ഇത് കണ്ടില്ലേ? S2.roll ഈക്വൽസ് S1.roll. S2-വിലുള്ള റോളിലേക്ക് S1-ൻ്റെ റോളിനെ അസൈൻ ചെയ്യാം. ഇവിടെ നടന്ന അസൈൻമെൻറ്റ് ആര് തമ്മിലാണ്? രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിലാണ്. രണ്ട് ഇൻറ്റിജർ ഡേറ്റ തമ്മിൽ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ സാധ്യമാണല്ലോ. രണ്ട് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് തമ്മിൽ അസൈൻമെൻറ്റ് സാധ്യമാണല്ലോ. ബേസിക് ഡേറ്റ ടൈപ്പുകൾ തമ്മിലേ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ സാധ്യമാണ്. രണ്ട് സ്ട്രക്ചർ ടൈപ്പിൽപ്പെട്ട വേരിയബിൾസ് തമ്മിൽ മാത്രമേ അസൈൻമെൻറ്റ് സാധ്യമല്ലാതെ ഉള്ളൂ. ഇവിടെ ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റിജറിൽ നിന്നും മറ്റൊരു ഇൻറ്റിജറിലേക്ക് കോപ്പി ചെയ്തു. S2.roll ഈക്വൽസ് S1.roll. അതുപോലെ നെയിമിനെയും എടുക്കാം. എന്ത് മതി? നമ്മുടെ strcpy ഇരിക്കല്ലേ, കണ്ടില്ലേ? strcpy S2.name, S1.name. S1-ലുള്ള നെയിമിനെ S2-വിൻ്റെ നെയിമിലേക്ക് കോപ്പി ചെയ്യുക. ക്ലിയർ? സോ പോസിബിൾ ആണ് ഇത്തരത്തിൽ മാത്രം. എങ്ങനെ? എലമെൻറ്റ് വൈസ് കോപ്പിയിങ് ഈസ് പോസിബിൾ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.
നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു, വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണെന്ന് കണ്ടു, സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും കണ്ടു. എലമെൻസിൻ്റെ സൈസുകളുടെ സമ്മാണല്ലോ. എങ്കിൽ നിങ്ങൾ 2 വർക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം. ഇതേ 2 ക്വസ്റ്റ്യൻസ് ഞാൻ തരികയാണ്, ഒന്ന് നോട്ട് ചെയ്തോളൂ. റൈറ്റ് സ്ട്രക്ചർ ഡെഫിനിഷൻസ് ഫോർ ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടി ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം, കോംപ്ലക്സ് നമ്പറിന് വേണ്ടിയും സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. അത് മാത്രം പോരാ, അവയുടെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം, ഡിക്ലെയർ വേരിയബിൾസ്. എന്നിട്ട് ഓരോ വേരിയബിളിന് വേണ്ടിയുള്ള മെമ്മറി ലേഔട്ട് വരയ്ക്കണം, ഓരോന്നിൻ്റെയും സൈസും കണ്ടുപിടിക്കണം. അതൊരെണ്ണം. മറ്റൊരെണ്ണം, ഡിഫൈൻ എ സ്ട്രക്ചർ ടു റെപ്രസെൻറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്. ഇത്തവണ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, മാർക്സ്, ഈ 4 വിവരങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. അതുപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് ദാറ്റ് വേരിയബിൾ ഷുഡ് ബി ഇനിഷ്യലൈസ് വിത്ത് യുവർ ഓൺ ഡേറ്റ. നിങ്ങളുടെ സ്വന്തം ഡീറ്റെയിൽസിനെ ഉപയോഗിച്ചിട്ട് അത് ഇനിഷ്യലൈസ് ചെയ്യുക. ഓക്കെ, അതായിക്കോട്ടെ ഇതുവരെയുള്ള പോർഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വർക്ക്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും ഒരു സ്ട്രക്ചർ ഇവിടെ കാണുകയാണ്. നേരത്തെ കണ്ട അതേ സ്ട്രക്ചർ. സ്ട്രക്ട്, സ്റ്റുഡ്, ഇൻഡ്, റോൾ, ക്യാർ, നെയിം, ഫ്ലോട്ട്, ഫീ. 3 കമ്പോണൻസ് ആണല്ലോ ഉള്ളത്. ഈ ഡീറ്റെയിൽസിനോടൊപ്പം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി എനിക്ക് എലമെൻ്റായിട്ട് കൊണ്ടുവരണം. ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എനിക്കിവിടെ ആവശ്യം സ്റ്റുഡ് എന്ന സ്ട്രക്ചർ ഡേറ്റ ടൈപ്പിൽ നിലവിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അതിനോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്തിനെ സൂചിപ്പിക്കുന്ന ഒരു എലമെൻറ്റും കൂടി കൊണ്ടുവരണം. ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. ശരി, നമുക്ക് ഈ സ്ട്രക്ചറിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഞാനിത് മോഡിഫൈ ചെയ്യുകയാണ്. അതിൻ്റെ 4ാമത്തെ എലമെൻ്റായിട്ട് എഴുതി ചേർക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്തിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ആ എലമെൻറ്റിൻ്റെ പേര് ഞാൻ DOB എന്ന് കൊടുക്കുന്നു. അതല്ലേ നല്ലത്? DOB ഈസ് ദ എലമെൻറ്റ് നെയിം. എലമെൻറ്റ് തീരുമാനിച്ചു. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എലമെൻറ്റിന് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്? ഡേറ്റ ടൈപ്പ് വേരിയബിൾ, അങ്ങനെയല്ലേ? ഇൻഡ് റോൾ ഡേറ്റ ടൈപ്പും വേരിയബിളും ഉണ്ട്. ക്യാർ നെയിം ഓഫ് 20 ഡേറ്റ ടൈപ്പും വേരിയബിളും ഉണ്ട്. ഫ്ലോട്ട് ഫീ ഡേറ്റ ടൈപ്പും വേരിയബിളും ഉണ്ട്. അപ്പോൾ അടുത്ത DOB പറയുമ്പോഴും ഡേറ്റ ടൈപ്പും വേരിയബിളും വേണ്ടേ? അതാണ് ഇപ്പോൾ കാണുന്ന ഡേറ്റ് DOB. ഡേറ്റ് എന്നാണ് ഡേറ്റ ടൈപ്പ് ഞാൻ കൊടുത്തിരിക്കുന്നത്. DOB ഈസ് ദ വേരിയബിൾ. ഡേറ്റ് എന്ന ഡേറ്റ ടൈപ്പ് എവിടെ? കമ്പൈലറിന് അങ്ങനെ ഒരു ഡേറ്റ ടൈപ്പ് അറിയില്ലല്ലോ. നമ്മൾ വലിയ കാര്യമായിട്ട് കൊടുക്കുന്നു. ഡേറ്റ് എന്നൊരു ഡേറ്റ ടൈപ്പിനെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് ആ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുള്ള ഒരു വേരിയബിൾ ആയിക്കോട്ടെ DOB എന്ന് പറഞ്ഞാണ് നമ്മൾ 4ാമത്തെ എലമെൻറ്റ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നമല്ലേ, കമ്പൈലറിന് അറിയുമോ എന്താണ് ഈ ഡേറ്റ് എന്ന്? ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്ട്രക്ചർ ഡെഫിനിഷനെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈലർ ഇങ്ങനെ സ്കാൻ ചെയ്ത് വരുമ്പോൾ സ്ട്രക്ട് എന്ന വാക്ക് ഓക്കെ മനസ്സിലായി, സ്റ്റുഡ് ഐഡൻറ്റിഫയർ ആണെന്ന് മനസ്സിലായി, ഇൻ്റർറോൾ ഓക്കെ എലമെൻറ്റ് കൊള്ളാം, ക്യാർ നെയിം അടുത്ത എലമെൻറ്റ് മനസ്സിലായി, ഫ്ലോട്ട് ഫീ അതും മനസ്സിലായി, ഡേറ്റ് DOB. കമ്പൈലർ ഓർക്കാണ് ഇതെന്തോ ഈ ഡേറ്റ്, എനിക്കറിയില്ല ആ വാക്ക്. എറർ കാണിക്കും. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ കാണിക്കും. നമ്മൾ വിചാരിക്കുന്നു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റിനെ സൂചിപ്പിക്കുന്ന ഡേറ്റ ടൈപ്പാണെന്ന്. അങ്ങനെ വിചാരിച്ചാൽ പോരാ, അത് പ്രോഗ്രാമിൽ എഴുതണം. എന്താ നോക്കിക്കോളൂ, അങ്ങനെ ഒരു ഡെഫിനിഷൻ കൂടി ആദ്യം കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റുഡ് എന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഡേറ്റിനെ കുറിച്ചുള്ളൊരു ഡെഫിനിഷൻ കൊടുക്കണം. കാണുന്നില്ലേ? നമുക്ക് നേരത്തെ പരിചയമുണ്ട്. സ്ട്രക്ട് ഡേറ്റ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആ 3 എലമെൻറ്റ്സിനെയും ഷോർട്ട് എന്ന മോഡിഫയർ ഉപയോഗിച്ചിട്ടാണ്. ഷോർട്ട് മീൻസ് ഷോർട്ട് ഇൻറ്റ്, ഷോർട്ട് DD, ഷോർട്ട് MM, ഷോർട്ട് YY. അങ്ങനെ ഡേറ്റ് എന്ന സ്ട്രക്ചർ ഡെഫിനിഷൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സ്റ്റുഡിൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലറിന് മനസ്സിലായി. ഡേറ്റ് എന്ന വാക്ക് കാണുമ്പോൾ കമ്പൈലർ ഇത് ഞാൻ കണ്ടിട്ടുള്ളതാ, തൊട്ട് മുമ്പ് ഞാൻ കണ്ടതാണ് അല്ലേ, അത് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാ എന്ന് പറയുന്ന മാതിരി. DD, MM, YY എന്നീ 3 ഷോർട്ട് ടൈപ്പ് ഡേറ്റകളുടെ ഒരു കളക്ഷനാണ് ഡേറ്റ് എന്ന് കമ്പൈലർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. നൗ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ യൂസ് സച്ച് എ ഡേറ്റ ടൈപ്പ്. ഇത്തരത്തിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ സ്റ്റുഡ് എന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ ഒരു എലമെൻറ്റ് ദാറ്റ് ബിലോങ്സ് ടു അനദർ സ്ട്രക്ചർ. വൺ ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രക്ചർ ബിലോങ്സ് ടു അനദർ സ്ട്രക്ചർ. അത്തരം സ്ട്രക്ചേഴ്സ് അറിയപ്പെടുന്നത് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്നാണ്. നമുക്ക് നെസ്റ്റഡ് ഇഫ് അറിയാം, നെസ്റ്റഡ് ലൂപ്പ് അറിയാം. ഇവിടെ വീണ്ടും വരുന്നു നെസ്റ്റഡ് സ്ട്രക്ചർ. ഒന്നിൻ്റെ ഉള്ളിൽ അതുപോലത്തെ ഒരു സാധനം വരിക. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചറിൽപ്പെട്ട വേരിയബിൾ ഉപയോഗിക്കുന്നു ആസ് വൺ ഓഫ് ദി എലമെൻറ്റ്സ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ സ്റ്റുഡ് ഒരു നെസ്റ്റഡ് സ്ട്രക്ചറാണ്. ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാമായിരുന്നു. ഇതാ നോക്കിക്കോളൂ, ഞാൻ സ്റ്റുഡിൻ്റെ ഡെഫിനിഷൻ എഴുതി പോവുകയാണ്. സ്ട്രക്ട്, സ്റ്റുഡ്, ഇൻ്റർറോൾ, ക്യാർ നെയിം, ഫ്ലോട്ട് ഫീ. ഇനിയാണ് DOB എഴുതേണ്ടത് അല്ലേ? DOB എന്ന വേരിയബിൾ ഡേറ്റ് എന്ന സ്ട്രക്ചർ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതുവരെയും ഡേറ്റ് എന്ന സ്ട്രക്ചർ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ഡിഫൈൻ ചെയ്യാം.
ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഫ്ലോട്ട് ഫീക്ക് ശേഷം സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാം. ദാ കണ്ടോളൂ, സ്ട്രക്ചർ ഡേറ്റ്, ദെൻ കംസ് ഷോർട്ട് ഡി ഡി, ഷോർട്ട് എം എം, ഷോർട്ട് വൈ വൈ, ക്ലോസിംഗ് ബ്രേസ്, DOB കമ്പൾസറി. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഡെഫിനിഷൻ തന്നെ അപ്പിയർ ചെയ്യുന്നു, റൈറ്റ്? ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ അപ്പിയർ ചെയ്യുന്നു. അങ്ങനെ ഡെഫിനിഷൻ മാത്രമായിട്ടിരുന്നാൽ പോരാ, ആ കേസിൽ വേരിയബിൾ നിർബന്ധമായിട്ടും പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം സ്റ്റുഡ് എന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്താ പറയേണ്ടത്? ഡേറ്റ ടൈപ്പ് വേരിയബിൾ, ഡേറ്റ ടൈപ്പ് വേരിയബിൾ. അങ്ങനെ ആദ്യത്തെ 3 പറഞ്ഞു. 4ാമതെത്തുമ്പോൾ സ്ട്രക്ചർ ഡേറ്റ് എന്ന് കാണുമ്പോൾ ഓക്കെ, പുതിയൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഒരു ഡേറ്റ ടൈപ്പ് തുടങ്ങുകയാണ്. അവിടെ കണ്ടു ക്ലോസിംഗ് ബ്രേസ് കഴിഞ്ഞ് സെമി കോളനാണുള്ളതെങ്കിലോ ഡേറ്റ ടൈപ്പ് കണ്ടു, വേരിയബിൾ എവിടെ? അതുകൊണ്ടാണ് DOB എന്ന വേരിയബിൾ അവിടെ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് അതിനോടൊപ്പം വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷന് മുമ്പ് മറ്റൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയും രണ്ടാമത്തേതിൻ്റെ ഉള്ളിൽ ആദ്യത്തേത് ഉപയോഗിച്ചുള്ള വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. രണ്ടും നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ നെസ്റ്റഡ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ST. ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. റോൾ നമ്പർ, നെയിം, ഫീസ്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും സ്റ്റോർ ചെയ്യണം. ആ ഡെഫിനിഷൻ നിങ്ങൾ കാണുന്നുണ്ട്. വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ST. മെമ്മറി അലോക്കേഷൻ നടക്കില്ലേ? എങ്ങനെയായിരിക്കും? ഇതാ കണ്ടോളൂ, STക്ക് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിനകത്ത് എത്ര കമ്പോണൻസ് ഉള്ളേ? ബേസിക്കലി ദ വേരിയബിൾ ST കണ്ടെയ്ൻസ് 4 പാർട്സ്. ST എന്ന വേരിയബിളിൽ 4 ഭാഗങ്ങളുണ്ട്. ബേസിക്കലി റോൾ, നെയിം, ഫീ, പിന്നെ ഏതാ? DOB അല്ലേ? 4 എലമെൻറ്റ്സ് ആണല്ലോ സ്റ്റുഡ് എന്ന സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉള്ളിലുള്ളത്. റോൾ, നെയിം, ഫീ, DOB. റോൾ ഇൻറ്റ് ടൈപ്പാണ്, കുഴപ്പമില്ല, 4 ബൈറ്റ്സ്. നെയിം ക്യാരക്ടർ അറേയാണ്, അതും പ്രശ്നമില്ല, 20 ബൈറ്റ്സ് മനസ്സിലായി. ഫീ അതും മനസ്സിലായി, 4 ബൈറ്റ്സിൻ്റെ ഒരു ഫ്ലോട്ട് ടൈപ്പ്. DOB എന്ന 4ാമത്തെ എലമെൻറ്റ്, 4ാമത്തെ കമ്പോണൻറ്റ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സ്ട്രക്ചർ വേരിയബിൾ. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിനുള്ളിലെ കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ DOBക്കുള്ളിൽ വീണ്ടും 3 പാർട്ടീഷൻ. ST എന്ന വേരിയബിളിനെ ബേസിക്കലി 4ആയിട്ട് പാർട്ടീഷൻ നടത്തിയിരിക്കുന്നു. അതിൽ 4ാമത്തെ പാർട്ടീഷൻ DOB, അതൊരു സ്ട്രക്ചർ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും 3 പാർട്ടീഷൻ വന്നു, DD, MM, YY. ആ ഫിഗർ നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാകും നിങ്ങൾക്ക്. ക്ലിയർ ആണല്ലോ? വളരെ ശ്രദ്ധിക്കണം. DOB ഒരൊറ്റ പീസായിട്ട് കാണിച്ചാൽ പോരാ, അതൊരു സ്ട്രക്ചർ വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്ത് എലമെൻസിനെ കാണിച്ചേ പറ്റത്തുള്ളൂ, റൈറ്റ്? ഇനി ഇതിൻ്റെ സൈസ് എത്രയായിരിക്കും? റോളിൻ്റെ 4 ബൈറ്റ്സ്, നെയിമിൻ്റെ 20, ഫീയുടെ 4 ബൈറ്റ്സ്, DOBയുടെ സൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. DD, MM, YY 3ഉം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഷോർട്ട് എന്ന ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 2 ബൈറ്റ്സ് ഈച്ച്. അപ്പോൾ അതെല്ലാം കൂടി 6 ആയി അല്ലേ? അപ്പോൾ 34 ബൈറ്റ്സ് ആയിരിക്കും ടോട്ടൽ സ്പേസ് അലോക്കേറ്റഡ് ഫോർ ദ വേരിയബിൾ ST, ബിക്കോസ് ദ സൈസ് ഓഫ് സ്റ്റുഡ് ഈസ് 34 ബൈറ്റ്സ്. സ്റ്റുഡ് എന്ന സ്ട്രക്ചർ വേരിയബിൾ, സ്ട്രക്ചർ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 34 ബൈറ്റ്സ് ആയിരിക്കും, റൈറ്റ്? ഈ വേരിയബിളിലേക്ക് ഒരു കുട്ടിയുടെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞേ, വേഗം പറഞ്ഞേ. റോൾ നമ്പർ ഇൻപുട്ട് ചെയ്തൂടെ? എങ്ങനെ? കറക്റ്റ്, CIN ST.roll. അടുത്ത് ഇൻപുട്ട് ചെയ്യേണ്ടത് നെയിമിലേക്കാണ്. നെയിം ഇൻപുട്ട് ചെയ്യാം. എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുക? യെസ്, സ്ട്രിങ് ആണല്ലോ, അതുകൊണ്ട് CIN ഓപ്പറേറ്ററിന് പകരം ഗെറ്റ് ഫംഗ്ഷനോ ഗെറ്റ് ലൈൻ ഫംഗ്ഷനോ ഉപയോഗിക്കാൻ ഞാനിവിടെ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കണം, ST.name ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നെ എലമെൻറ്റിനെ കണക്ട് ചെയ്യണം. അടുത്ത് ഫീ ഇൻപുട്ട് ചെയ്യാം, അത് നമുക്ക് പരിചയമുണ്ട്. എന്തുവാ? CIN ST.fee. അടുത്തതോ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻപുട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര ഭാഗങ്ങളുള്ളേ? 3 ഭാഗങ്ങൾ, 3 ഇൻറ്റിജേഴ്സ്. 3 ഇൻറ്റിജറിനെ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ 3 ഇൻപുട്ട് ഓപ്പറേറ്റർ വേണ്ടേ? 3നെയും 3ആയിട്ട് റെഫർ ചെയ്യണ്ടേ? ദേ ഫിഗർ നോക്കിയോളൂ, അവിടെ 3 പേര് നിൽപ്പുണ്ട്. DOB എന്ന ഒരു ഡേറ്റയെ ആക്സസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 ഇൻഡിവിജ്വൽ ആക്സസിങ്. ആ എലമെൻറ്റ്സ് ഓരോന്നിനെയും സെപ്പറേറ്റായിട്ട് ആക്സസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ പറയും? ST.roll പറഞ്ഞു, STക്കകത്തുള്ള റോൾ. ST.name പറഞ്ഞു, ST എന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ നെയിം. ST.fee പറഞ്ഞു, ST എന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ ഫീ. ST.dob, അങ്ങനെയല്ലേ DOB റെഫർ ചെയ്യാൻ പറ്റുള്ളൂ? റോൾ പോലെ, നെയിം പോലെ,
ഫീ പോലെയുള്ള ഒരു കോമ്പണൻ്റ് തന്നെയാണല്ലോ DOB യും. അപ്പോൾ അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ st.dob അവിടെ കൊണ്ട് പറഞ്ഞ് നടത്താൻ പറ്റുമോ? st.roll ഒരു ഇൻറ്റിജർ വേരിയബിൾ ആയിരുന്നു, കുഴപ്പമില്ല. st.name അതൊരു ക്യാരക്ടർ അറേ ആയിരുന്നു, കുഴപ്പമില്ല. st.fee അതൊരു ഫ്ലോട്ട് ടൈപ്പ് വേരിയബിൾ ആയിരുന്നു, അതും കുഴപ്പമില്ല. st.dob അതൊരു സ്ട്രക്ചർ വേരിയബിളാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്ങനെ? st.dob.dd st എന്ന വേരിയബിളിൻ്റെ ഉള്ളിലെ DOB എന്ന കമ്പോണൻറ്റിൻ്റെ ഉള്ളിലെ DD എന്ന ഭാഗം. ഇറ്റ് ഈസ് ബേസിക് ഡേറ്റ ടൈപ്പ്, ഷോർട്ട് ടൈപ്പ്. അതിനെ ആക്സസ് ചെയ്യാം. അതുപോലെ മന്തിനെയും ഇയറിനെയും ആക്സസ് ചെയ്യണം. എങ്ങനെ? st.dob.mm st.dob.yy ആ നിലയിൽ തന്നെ ആക്സസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണോ? ഒരു നെസ്റ്റഡ് സ്ട്രക്ചർ ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള എലമെൻസിനെ ആക്സസ് ചെയ്യേണ്ട വിധമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് കൂടി നോക്കിക്കോളൂ. ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. ക്ലിയർ? അപ്പോൾ സ്ട്രക്ചറിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഏതാണ് നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. സ്ട്രക്ചറിനെയും ഇതിനു മുമ്പ് പഠിച്ച അറേയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? ബിക്കോസ് രണ്ടിലും ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. അറേ ഇറ്റ്സ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, സ്ട്രക്ചർ ആയപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. അറേയുടെ കാര്യത്തിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. ദാറ്റ് ഇസ് എ മേജർ ഡിഫറൻസ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ. എന്നാൽ സ്ട്രക്ചർ വരുമ്പോഴോ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ. ഇനി മറ്റൊരു പോയിന്റ്, അറേയുടെ കാര്യം വരുമ്പോൾ അറേയിലുള്ള ഓരോ എലമെൻറ്റിനെയും റെഫർ ചെയ്യാൻ അറേ നെയിമിനോടൊപ്പം സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണം. കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ് അറേ നെയിമിനോടൊപ്പം യൂസ് ചെയ്ത് മാത്രമേ എലമെൻറ്റ് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സ്ട്രക്ചറിൻ്റെ കേസിൽ എലമെൻറ്റിനെ റെഫർ ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം, അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇനി അറേയുടെ കാര്യത്തിൽ അറേയിലുള്ള ഓരോ എലമെൻറ്റും മറ്റൊരു അറേയായിട്ട് മാറാമല്ലോ. അറേയിലുള്ള ഓരോ എലമെൻറ്റും മറ്റൊരു അറേയായിട്ട് മാറാം. അപ്പോഴാണ് മൾട്ടി ഡയമെൻഷണൽ അറേസ് ഫോം ചെയ്യുന്നത്. അതുപോലെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുമ്പോൾ അത് നെസ്റ്റഡ് സ്ട്രക്ചറായിട്ട് മാറുന്നു. ഓക്കെ, ഒരു കുഞ്ഞ് അസൈൻമെൻറ്റ് കൂടി തരികയാണ്. യു ഹാവ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് സ്റ്റുഡൻറ്റ് ടു റെപ്രസെൻറ്റ് ദ ഡീറ്റെയിൽസ് സച്ച് ആസ് റോൾ നമ്പർ, നെയിം ആൻഡ് മാർക്സ് ഓഫ് CEPET, കണ്ടിന്യൂസ് വാല്യുവേഷൻ, പ്രാക്ടിക്കൽ വാല്യുവേഷൻ, തിയറി വാല്യുവേഷൻ. ഈ 3 കമ്പോണൻറ്റിനെയും സൂചിപ്പിക്കുന്ന മാർക്കുകളും കൂടി ഉൾപ്പെടുന്നതാകണം സ്ട്രക്ചർ ഡെഫിനിഷൻ. അതിനുശേഷം ആ സ്ട്രക്ചർ ഉപയോഗിച്ച് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്യുന്നു. തിരിച്ച് ഡിസ്പ്ലേ ചെയ്യേണ്ടത് റോൾ നമ്പറും നെയിമും ടോട്ടൽ മാർക്സും CEPET ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ മാർക്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോഗ്രാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.